ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ടി വി ജോയ്. ഞാനിന്ന് ഈ വീഡിയോയുമായി നിങ്ങളോട് മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് ലൈഫ് ഇൻഷുറൻസിൻ്റെ ജീവൻ അക്ഷയ് എന്ന് പറഞ്ഞിട്ട് ഗ്യാരൻറ്റീഡ് ഇൻകം 100 വയസ്സ് വരെ നിങ്ങൾക്ക് ഇൻകം തന്നേക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയായിട്ട് ലൈഫ് ഇൻഷുറൻസ് ഇറക്കിയേക്കുന്ന സ്കീമിനെ കുറിച്ച് പറയാനാണ്. അത് ചേരേണ്ട പ്രായം 25 വയസ്സ് മുതൽ 85 വയസ്സിനുള്ളിലുള്ളവർക്ക് ചേരാൻ പറ്റും. അതിൻ്റെ മിനിമം ഇടേണ്ട എമൗണ്ട് 1,50,000 രൂപയാണ്. 1,50,000 രൂപ ഇട്ട് 1,000 രൂപയാണ് മന്ത്ലി പെൻഷൻ. ഇയർലി 12,000, ഹാഫ് ഇയർലി 6,000, ക്വാർട്ടർലി 3,000 ഇതിന് കിട്ടുന്ന ബെനിഫിറ്റ്. ഇത് ഈ മാസം ഇട്ട അടുത്ത മാസം മുതൽ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ജീവൻ അക്ഷയ് എന്ന് പറഞ്ഞ പ്ലാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ലാത്ത ആൾക്കാരെ ഉദ്ദേശിച്ച്, ജോലി ഉള്ളവരും ചോദിച്ച് മേടിക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെന്നും പറഞ്ഞ് പലരും ചോദിക്കാറുണ്ട്. ഇത് ജീവൻ അക്ഷയ് പോളിസി മന്ത്ലി ഇൻകം കിട്ടാൻ വേണ്ടി. ഗവൺമെൻറ് പെൻഷനൊക്കെ ഉണ്ട്, എന്നാലും ഇത് കടന്നോട്ടെ എന്ന് പറഞ്ഞ് കിട്ടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടത്തിൽ ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിലൊക്കെ പെൻഷൻ വളരെ കുറവാണ്. ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ എന്ന് പറയാനായിട്ട് ഇൻകം ഇല്ല. പെൻഷൻ വളരെ കുറവാണ്. തുച്ഛമായ പെൻഷൻ എന്തെങ്കിലും കിട്ടും. പിന്നെ വേറെ ജോലിക്ക് പോകാനായിട്ടുള്ള പ്രായം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നല്ല സമയത്ത് ഒരു 35 വയസ്സ്, 35, 40 വയസ്സിനുള്ളിൽ നിങ്ങൾ നന്നായിട്ട് നല്ലൊരു എമൗണ്ട് എൽ ഐ സിയിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫണ്ട് കൈ കിട്ടി, എൽ ഐ സിയിൽ കിട്ടും. നിങ്ങളുടെ ഒരു ഭൂമി വിറ്റ് 2 കോടി കിട്ടി, അതിൽ ഒരു 1.5 കോടി എൽ ഐ സിയിലിടുക. ബാക്കി 50 ലക്ഷം നിങ്ങൾ എന്തെങ്കിലും വിരുവലം ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് മക്കളെ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ 1.5 കോടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻകം നിങ്ങൾക്ക് ശാശ്വതമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. മക്കളൊക്കെ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ കെട്ടിച്ചു പോയി മരുമക്കളോടൊക്കെ ചോദിക്കാൻ പറ്റൂല. അപ്പം മക്കളുള്ളവർ, പിന്നെ അതുപോലെ തന്നെ ആ മക്കളുള്ളവർ തന്നെ വിദേശത്ത് പഠിക്കാൻ പോയി, അവിടെ ജോലി കിട്ടി, അവിടെ ഒരു വീട് 10 കോടി രൂപ മേടിച്ചു, കല്യാണം കഴിച്ചു, ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് അവിടെ താമസിക്കണം. നിങ്ങൾ ഇവിടെ ഭാര്യയും ഭർത്താവും ഇവിടെ ഒറ്റയ്ക്ക്, നിങ്ങൾക്ക് ഇൻകം ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പണം മുഴുവനും ചിലവാക്കി കളയാണ്ട് ലൈഫ് ഇൻഷുറൻസ് ഇറക്കിയേക്കുന്ന ഇങ്ങനത്തെ ഗ്യാരൻറ്റീഡ് ഇൻകമുള്ള പെൻഷനിൽ കുറച്ച് നിങ്ങൾ കിട്ടോ. നിങ്ങൾക്കത് 100% കെട്ടുറപ്പോടു കൂടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. കാലാവധി തീരുമ്പോൾ നിങ്ങളുടെ നോമിനി നിങ്ങൾ ആരെ വെച്ചാക്കണമെന്ന് വെച്ചാൽ ഈ ഫണ്ട് പർച്ചേസ് പ്രൈസ് അങ്ങനെ തന്നെ കൊടുക്കും. അല്ല നിങ്ങൾക്കത് പെൻഷൻ വേണമെങ്കിൽ പെൻഷൻ പകുതി മതി എന്നുണ്ടെങ്കിൽ പകുതി, എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേരുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റുകൾ കിട്ടും. ശരിയല്ലേ? ഇത്രയും നല്ല പദ്ധതി ലൈഫ് ഇൻഷുറൻസ് ഇറക്കിയിട്ട് അത് ചേർന്നില്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ്. നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ കാരണം, പൈസ കിട്ടി, 75 ലക്ഷം കിട്ടി, 1 കോടി കിട്ടി, 1.25 കോടി കിട്ടി. അത് ബാങ്കിൽ ഇട്ടു 50 ലക്ഷം, 20 ലക്ഷം അവിടെ വേറെ ഒരു സ്ഥലത്ത് ഇട്ടു. ഇത് അവർ ചോദിച്ചു കൊടുത്തു. നിങ്ങളുടെ ചിലവും കഴിഞ്ഞ് അത് വരുമ്പോൾ അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 10-65 വയസ്സാകുമ്പോഴേക്കും ഈ ഫണ്ട് അങ്ങോട്ട് തീരും. പിന്നെ നിങ്ങൾക്ക് പെൻഷൻ ആര് തരും, എവിടെ നിന്ന് കിട്ടും? അപ്പം നിങ്ങളുടെ കയ്യിൽ ഫണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗ്യാരണ്ടി ആയിട്ടുള്ള ലൈഫ് ഇൻഷുറൻസിൻ്റെ സ്കീമിലിട്ട് അത് ഓടി വന്ന് നിങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റില്ല. ആരും കള്ളന്മാരും മോഷ്ടിക്കില്ല, ഒന്നും ചെയ്യില്ല. അത് അവിടെ കിടന്നോളൂ. കെട്ടുറപ്പോടുകൂടി 100%. ഇന്ത്യയിലെ വേൾഡിലെ തന്നെ ഇപ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കണ പോലത്തെ ഇതാണ് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ്. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസിനെ കടപിടിക്കാൻ ആരും തന്നെയില്ല. ഏറ്റവും ടോപ്പ് ഉന്നതിയിൽ നിൽക്കണ പ്ലാനുകളും സ്കീമുകളുമാണ് എൽ ഐ സി ഇറക്കണ. ബെനിഫിറ്റ് പൂർണ്ണമായിട്ടും 95% പാർട്ടിക്ക് തന്നെ കൊടുക്കണ ലാഭം. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റുകളുണ്ട്. ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ലാതെ നടക്കുന്ന ഒരേ ഒരു സ്ഥാപനം ലൈഫ് ഇൻഷുറൻസ്. കൈക്കൂലിയും ഇല്ല, റെക്കമെൻഡേഷനും ഇല്ല, ഒന്നും വേണ്ട. അങ്ങനെ പോളിസി ചേരണേനും മച്യൂരിറ്റി എമൗണ്ട് കിട്ടണേനും എന്ത് ലോൺ എടുക്കുക ഒന്നും ഒരു പൈസ ഒരു സഹായം ആരുടെ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾക്ക് പണം കിട്ടിക്കഴിയും. അപ്പം ഞാൻ ഇതിന് ഇട്ടാൽ കിട്ടുന്ന ഇത്ര ഒരു എമൗണ്ട് ഇട്ടാൽ കിട്ടുന്ന ഒരു സ്കീം ഉദാഹരണം നിങ്ങളോട് പറയാം. 10 ലക്ഷത്തിൻ്റെ ഒരു സ്കീം, ചെറിയ എമൗണ്ട് 10 ലക്ഷം രൂപ ഒരു പാർട്ടി ഡെപ്പോസിറ്റ് ചെയ്യണം. 25 വയസ്സായ ആളെന്ന് വയ്ക്കുക. 25 വയസ്സായ ആൾ ഇടുമല്ലോ. ആൾക്ക് 25 വയസ്സ് ആയി. ആൾ അടുത്ത മാസം മുതൽ ആൾക്ക് 25 വയസ്സ് തികയണം കേട്ടോ. അടുത്ത മാസം മുതൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി തുടങ്ങും. ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. 5 ലക്ഷം നിങ്ങൾ ഇടണുള്ളൂ. 5 ലക്ഷം രൂപയ്ക്കുള്ളത് നിങ്ങൾക്ക് 30 വയസ്സിൽ ഇടണമെന്നുണ്ടെങ്കിൽ 30 വയസ്സിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് 100 വയസ്സ് വരെ കിട്ടും. ഇതിലുള്ള പ്രത്യേകത അതാണ്.
ഈ മാസം ഇട്ട് അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. അതാണ് മറ്റുള്ള എന്ന് പറയുമ്പോൾ കാത്തിരിക്കണം. ചിലത് പറയേ നിങ്ങൾ ഈ ബാങ്കിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റിൽ തരണുള്ളൂ, അതിലും കുറവോ അല്ലെങ്കിൽ എത്രയൊക്കെ ഇൻട്രസ്റ്റിൽ തരണുള്ളൂ. അതിലും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് എന്തോരം എത്ര നല്ല സ്ഥാപനങ്ങൾ വേറെയുണ്ട്. പക്ഷെ അവിടെ ഇട്ടാൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. പ്രൈവറ്റ് മേഖല നിങ്ങൾക്കറിയാം എന്തോരം സ്ഥാപനങ്ങളിൽ പ്രൈവറ്റ് മേഖലയിൽ പൈസ ഇട്ടിട്ട് പണം അവർ നിർത്തിപ്പോയി, കട ആ സ്ഥലത്തില്ല, ആളില്ല, അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോകണു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 100% കെട്ടുറപ്പാണ് ലൈഫ് ഇൻഷുറൻസിലിടുമ്പോൾ. നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട. 100% നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടും. ഇപ്പോൾ ഞാൻ ഇതിനൊരു 35 വയസ്സായ ആൾ ഒരു സിംഗിൾ ഡെപ്പോസിറ്റ് 50 ലക്ഷം രൂപ ഇടുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്ലി 26,458 രൂപ കിട്ടും. 50 ലക്ഷം രൂപ ഇട്ടാൽ മതി, 26,458 രൂപ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. അത് ഇയർലിയാണ് ആൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ 50 ലക്ഷത്തിന് 3,28,500 രൂപയുണ്ട്. നല്ലൊരു ബെനിഫിറ്റാണ്. 50 ലക്ഷം രൂപ ചിലവാക്കാൻ തോന്നുന്ന നേരം വേണം. പക്ഷേ ഇത് 50 ലക്ഷത്തിന് 3 ലക്ഷം വെച്ച് കൊല്ലം കിട്ടും. അതാണ് ഇതിൻ്റെ ഗ്യാരണ്ടി. ഇനി വേറൊരു ഉദാഹരണം, കുറച്ചും കൂടിയും ഏജ് കൂടിയ ആൾക്ക് ഇത്രയും കൂടിയ എമൗണ്ട് കൂടിയത് കാര്യം എന്താണ് പറയുന്നത്. 40 വയസ്സായ ആളാണ്, അദ്ദേഹം 1 കോടി രൂപ ഇടണേ. അദ്ദേഹത്തിന് മന്ത്ലി 53,125 രൂപ കിട്ടും. 1 കോടി രൂപ ഇടുന്ന വ്യക്തിക്ക് ഈ 53,125 രൂപയാണ് തരുന്നത് LICയിൽ നിന്ന്. ഗ്യാരണ്ടി ആയിട്ട് തരണേ. അതിൽ 1 രൂപ പോലും കുറയില്ല. അത് കൊല്ലം വാങ്ങിക്കുകയാണെങ്കിൽ 6,59,500 രൂപയുണ്ട്. 6,59,500 രൂപ ഒരു വർഷം കിട്ടും 1 കോടി ഇടുന്നതിന്. നല്ല ഗ്യാരണ്ടി ആയിട്ട് കിട്ടാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നണല്ലേ. എന്തോരം പൈസകൾ, ലക്ഷങ്ങൾ, കോടികളൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ വന്ന് മറിഞ്ഞു പോകണു. അതൊക്കെ എടുത്ത് ലാവിഷായിട്ട് അടിച്ച് ചിലവ് ചെയ്ത് അവസാനം വരുമ്പോൾ പല ആൾക്കാരുടെയും കഥ കണ്ടിട്ടില്ല, വട്ടപൂജ്യം. അതായത് ഒന്നുമില്ലാത്ത അവസ്ഥ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ബില്ല് പണം എപ്പോൾ വന്നോ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, വേഗം കൊണ്ട് ഒന്നിച്ചിടരുത്. ഒന്നിച്ചിട്ടാൽ നിങ്ങൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് ചിലവുകൾ, പല എക്സ്പെൻസുകളുണ്ടാവും. നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കുക, അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഒരിടയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ചിലവഴിയാൻ കുറച്ച് പൈസ മാറ്റി വയ്ക്കുക. ഭീമമായ എമൗണ്ട്, അതായത് 2 കോടി നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 1.25 കോടിയെങ്കിലും ലൈഫ് ഇൻഷുറൻസിൻ്റെ കയ്യിൽ ഇടണം. ബാക്കി 75 ലക്ഷം രൂപ നിങ്ങൾ അവിടെ കയ്യിൽ വെച്ചോ ബാങ്കിൽ ഇട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ അത് സൂക്ഷിച്ച് വെച്ചോ. നിങ്ങൾക്ക് ഇത് ഗ്യാരണ്ടി ആയിട്ട് 1 കോടി ഇടുന്ന ആൾക്ക് ഇത്രയും രൂപ കിട്ടുന്നുണ്ട്. 6,59,000 രൂപ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ആ പൈസ നിങ്ങൾക്ക് ആവശ്യം വരില്ലായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വേറെ സൈഡ് വരുമാനവും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ പൈസ ബാങ്കിൽ വന്ന് കിടന്ന് നിങ്ങൾ ആവശ്യം വരുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് നല്ലൊരു അസറ്റായിട്ടുള്ളൊരു ഗ്യാരൻറ്റീഡ് ആജീവാനന്തകാല പെൻഷൻ കിട്ടുന്ന പദ്ധതിയാണ് LICയുടെ ജീവനരക്ഷി. 100% വിശ്വസിക്കാം. ലൈഫ് ഇൻഷുറൻസിൻ്റെ ഗ്യാരൻറ്റിയുള്ള പെൻഷൻ പദ്ധതിയിൽ നിങ്ങൾ ഉറപ്പായിട്ട് കിട്ടുള്ളൂ. നിങ്ങളുടെ ബന്ധുക്കളും നാട്ടുകാരോടും നിങ്ങളുടെ പരിചയക്കാരോ ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ബന്ധുക്കൾ, മക്കൾ ആരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ട് അവരും ഇതിൽ ഇൻവോൾവ്ഡ് ആയി ഒരു സമ്പാദ്യ പദ്ധതിയിൽ അംഗമാവട്ടെ. അവർക്കൊരു എമൗണ്ട് കിട്ടുമാറാകട്ടെ എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ എല്ലാവരോടും പറയും. അപ്പം എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടതിലും കേട്ടതിലൊക്കെ വളരെ സന്തോഷം. എൻ്റെ പേര് TV ജോയി. എൻ്റെ മൊബൈൽ നമ്പർ 9447529452. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. മൊബൈൽ നമ്പർ ഞാൻ എഴുതി ചേർക്കാൻ താഴെ. അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ച് എന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഞാനപ്പോൾ എപ്പോൾ ആണെങ്കിലും റെഡി ആയിരിക്കും. ഓക്കെ.